അമേരിക്കയിൽ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം ആഗോള സാമ്പത്തിക വളർച്ച താഴേക്ക് എന്ന് പഠനം. ദി ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് (OECD) എന്ന സംഘടനയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പഠിക്കുന്നതിനും റിപ്പോർട്ട് അനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതിനും വേണ്ടി 38 സമ്പന്ന രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന OECD. 2026ഓടെ ആഗോള GDP വളർച്ച, അതായത് സാമ്പത്തിക വളർച്ച 3.3% നിന്ന് 3 കുറയുമെന്നാണ് OECD പ്രവചിച്ചിട്ടുള്ളത്. ചൈനയും നമ്മുടെ ഇന്ത്യയും ഈ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. ഈ റിപ്പോർട്ട് പ്രകാരം ഈ സാമ്പത്തിക മാന്ദ്യത്തിന് പ്രധാന കാരണം ട്രംപിന്റെ വിവിധ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന താരിഫ് നയങ്ങളുടെ ആഘാതമാണ്. ഇറക്കുമതി കയറ്റുമതി തീരുവയെയാണ് താരിഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അമേരിക്കയുടെ ഈ നയവ്യതിയാനം ലോകത്തിലെ പ്രധാന രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. തീരുവയുടെയും വ്യാപാര യുദ്ധങ്ങളുടെയും ആഘാതം അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ വളരെ മോശമായാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് വ്യാപാര നിക്ഷേപം, വിതരണ ശൃംഖലകൾ, മൊത്തത്തിലുള്ള ആത്മവിശ്വാസം കുറവ് എന്നിവയെല്ലാം. ഇതിൽ ഏറ്റവും വലിയ രസം എന്തെന്ന് വെച്ചാൽ ആദ്യമായി ട്രംപിന്റെ ഇത്തരം തീരുമാനങ്ങൾ ബാധിക്കുന്നത് അമേരിക്കയെ തന്നെയാണ്. ഈ റിപ്പോർട്ട് പ്രകാരം US സമ്പദ് വ്യവസ്ഥ 2025-ൽ 2.2% വളർച്ച കൈവരിക്കുമെങ്കിലും 2026 ആകുമ്പോഴേക്കും 1.6% കുറയുമെന്നാണ് കണ്ടെത്തൽ. ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് താരിഫുകൾ ഉദ്ദേശിച്ചതെങ്കിലും അവ ഉപഭോക്താക്കൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും ഉയർന്ന ചെലവുകൾക്ക് കാരണമായി. ഇതിന് കാരണം ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നും കുറഞ്ഞ ചെലവിൽ ലഭ്യമായിരുന്ന ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും, പ്രത്യേകിച്ച് സ്റ്റീൽ, അലുമിനിയം, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി ചുങ്കം കൂട്ടിയതോടെ വരവ് കുറയുകയും വില വർധനവിന് കാരണമാകുകയും ചെയ്തു. ദീർഘകാല വ്യാപാര തർക്കങ്ങൾ മുൻ സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങളെ ഇല്ലാതാക്കുമെന്നും ഇത് ഉപഭോക്തൃ ചെലവും നിക്ഷേപവും ദുർബലമാക്കുന്നതിലേക്ക് നയിക്കുമെന്നും OECD റിപ്പോർട്ടിൽ പറയുന്നു. ഇനി ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യയുടെ കാര്യം പറയുന്നതിന് മുമ്പ് യൂറോപ്പിലും അമേരിക്കയുടെ അയൽ രാജ്യങ്ങളിലും എങ്ങനെ ബാധിക്കുന്നു എന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം. അമേരിക്കയുടെ അയൽ രാജ്യങ്ങളായ കാനഡയിലും മെക്സിക്കോയിലും ഇതിന്റെ ആഘാതം വളരെ വലുതാണ്. കാനഡയിൽ സാമ്പത്തിക വളർച്ച 2026 ആകുമ്പോഴേക്കും 0.7% കൂപ്പുകുത്തുമെന്നും മെക്സിക്കോയുടെ കാര്യമെടുത്താൽ 2025-ലെ 1.3%-ൽ നിന്നും 2026 ആകുമ്പോഴേക്കും 0.6% ആകുമെന്നും, അതായത് പകുതിയിലും താഴേക്ക് പോകുമെന്നും OECD മുന്നറിയിപ്പ് നൽകുന്നു. ഇനി യൂറോപ്പിന്റെ കാര്യമെടുത്താൽ കയറ്റുമതിയേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായ ജർമ്മനിയുടെ വളർച്ച വെറും 0.4%-ൽ താഴെയാകുമെന്നും മറ്റൊരു പ്രധാന രാജ്യമായ ബ്രിട്ടൻ അവരുടെ വളർച്ചാ നിരക്ക് 1.7-ൽ നിന്ന് 1.2% ആകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിന് മറുപടിയായി ബ്രിട്ടന്റെ ചാൻസലർ റേച്ചൽ റീവ്സ് പറയുന്നത് അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങളെ മുൻനിർത്തി ചില സാമ്പത്തിക പരിഷ്കരണങ്ങൾ ബ്രിട്ടനിൽ നടത്തി വരികയാണെന്നും വരും വർഷങ്ങളിൽ യൂറോപ്പിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന G7 സമ്പദ് വ്യവസ്ഥ തങ്ങളുടേതായിരിക്കുമെന്നുമാണ്. യൂറോപ്പിൽ വളർച്ചാ നിരക്കിൽ സ്ഥിരത പുലർത്തുന്നത് സ്പെയിൻ മാത്രമാണ്. ഇനി നമുക്ക് ഏഷ്യയുടെ കാര്യത്തിലേക്ക് വരാം. അമേരിക്കയുടെ വ്യാപാര നയങ്ങൾ ഏറ്റവും ബാധിക്കുന്നത് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ചൈനയെ തന്നെയാണ്. ചൈനയുടെ കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥ 2025-ലെ 4.7% വളർച്ചയിൽ നിന്നും 2026 ആകുമ്പോഴേക്കും 4.4%-ആയി കുറയുമെന്നും OECD റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയുടെ ഇത്തരം നയങ്ങൾക്കെതിരെ ചൈന ഇപ്പോൾ തന്നെ തിരിച്ചടി നൽകുന്നുമുണ്ട്. OECDയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ സാമ്പത്തിക തകർച്ചയിലും വളർച്ച കാണിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 2024-25-ൽ 6.8% വളർച്ച കാണിക്കുന്ന ഇന്ത്യ 25-26, 26-27 വർഷങ്ങളിൽ യഥാക്രമം 7%-ഉം അതിനു മുകളിലേക്കും പോകുമെന്നാണ് പ്രവചനം. ഇതിന് കാരണമായി പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ വ്യക്തമായ ഫോർകാസ്റ്റിംഗും ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കലും പിന്നെ നമ്മുടെ കാർഷിക മേഖലയുടെ കരുത്തും. ഇതിനു പുറമെയാണ് അടിസ്ഥാന സൗകര്യ വികസനവും ശക്തമായ സ്വകാര്യ ഉപഭോഗവും. സ്വകാര്യ ഉപഭോഗം ഉത്തേജിപ്പിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമായി ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ പലിശ നിരക്കുകളിൽ കുറവ് വരുത്തുകയും വാർഷിക വരുമാന നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ 5 ഐസ് എന്നറിയപ്പെടുന്ന ലോക ഇന്റലിജൻസ് സഖ്യം, അതായത് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ, UK,
US എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഡൽഹിയിൽ ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമായും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ താൽപ്പര്യങ്ങളെ മറികടക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിക്കുന്നതിനാണ് ഈ ഒത്തുചേരൽ നടന്നത്. ഈ ചർച്ചകൾക്ക് ശേഷം ഇന്ത്യ ന്യൂസിലൻഡുമായി പുതിയ വ്യാപാര കരാറിന്റെ ഭാഗമായി ചർച്ചകൾ നടത്തുമെന്ന പ്രഖ്യാപനവും വന്നു. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ നക്സന്റെ നേതൃത്വത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ലാത്ത അത്ര വലിയ പ്രതിനിധി സംഘവുമായാണ് ചർച്ചകൾ നടത്തുന്നത്. പ്രധാനമായും ഇന്ത്യയുടെ ക്ഷീരവിപണിയാണ് ന്യൂസിലൻഡിന്റെ താൽപര്യം. അടുത്തിടെ യൂറോപ്യൻ യൂണിയനുമായും ബ്രിട്ടനുമായും സമാന രീതിയിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനവും. 2 വർഷം മുമ്പ് ഓസ്ട്രേലിയയുമായും ഇത്തരത്തിലുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടാണ് അമേരിക്കയുടെ താരിഫ് യുദ്ധം ഇന്ത്യയെ ബാധിക്കാതെ പോകുന്നതും. അവസാനമായി OECD പുതിയ സാമ്പത്തിക വീക്ഷണം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ സൂചിപ്പിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി സാമ്പത്തിക വളർച്ച നേടുന്ന ഏക രാജ്യമായി ഇന്ത്യ മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.